അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ചുറ്റളവ് മരണക്കണക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പഴയ വീഡിയോ ആണ്, പോയി നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ നമ്മൾ ഇന്ന് പറയുന്നത് ചുറ്റളവിനെ കുറിച്ച് തന്നെയുള്ള കുറച്ചുകൂടി കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഈ ചുറ്റളവിൻ്റെ കണക്ക് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ പല ആർക്കിടെക്റ്റുകളും നമ്മോട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, എൻജിനീയേഴ്സൊക്കെ. അപ്പോൾ ആ സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നല്ല വൃത്തിക്ക് ഒരാൾ വന്നു, ഒരു ക്ലയൻറ്റ് വന്നു, അവർ വീട് വെക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒക്കെ സെറ്റായി കുറ്റിയടിക്കുന്ന സമയത്ത് ആശാരി വന്നിട്ട് ഇതിൻ്റെ ചുറ്റളവിൽ അങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് റൂമുകൾ കൂട്ടുക, കുറക്കുക, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ഒരു തറ മാത്രം എടുക്കുക, ഇങ്ങനത്തെ പരിപാടികൾ ചെയ്തിട്ട് ആ വീടിനെ നശിപ്പിക്കുന്നതായിട്ട് പല ആളുകളും പറയാറുണ്ട്. ചുറ്റളവിനെ കുറിച്ച് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ചാൽ, നമ്മളടുത്തൊരു ഒരാളൊരു പ്ലാനും കൊണ്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ അവർ ചോദിച്ചതെന്ന് വെച്ചാൽ, തങ്ങളിതിൻ്റെ ചുറ്റളവ് റെഡിയാണോ എന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ എന്നാണ് അവർ ചോദിച്ചത്. പക്ഷേ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മളങ്ങനെ ചുറ്റളവ് നോക്കാറില്ല. ചുറ്റളവ് നമ്മൾ ആ വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ മുമ്പ് കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ എൻ്റെ ഉപ്പൊക്കെ കുറ്റിയടിക്കാൻ പോകുന്ന സമയത്ത് ഒരു കൂടെ ഒരു ആശാരി ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഈ ആശാരി കൂടെ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ തറൻ്റെ അളവ് കൃത്യമായിട്ട് ആശാരിക്ക് കൊടുക്കണം. എന്നാലാണ് ആശാരി കൂട്ട് കയറ്റാനുള്ള, അതായത് മുമ്പ് നമ്മളെ ഓടിട്ട വീടുകൾക്ക് കൂട്ട് കയറ്റാനുള്ള കൂട്ട് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൂട്ട് ശരിയാക്കാൻ മോന്തായം, കൂട്ട്, മുക്കൂട്, അങ്ങനെ പലതരം കൂടുകളുണ്ട്. അപ്പോൾ അത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അടിയിലെ കറക്റ്റ് അളവായിരിക്കണം, അളവ് തെറ്റാൻ പാടില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ ഈ മോന്തായം അതേപോലെ കൗക്കോലൊക്കെ വരുന്നതിനൊരു നിശ്ചിത അളവുണ്ട്, വീടിൻ്റെ നീളം വീതിയൊക്കെ കൂടുന്നതിനനുസരിച്ച്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ വലിയ നിർമ്മാണങ്ങളൊക്കെ ആണെങ്കിൽ, അതായത് പള്ളി അമ്പലമൊക്കെ പോകണുള്ളതാണെങ്കിൽ സൂയിക, കൗക്കോല് അതേപോലെയൊക്കെ കുറച്ചൊന്ന് കനത്തിൽ ചെയ്യും. പക്ഷെ വീടുകൾക്ക് സാധാരണ രീതിയിൽ കൗക്കോല്, സൂയിക ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ഒരേ അളവിലാണ് ചെയ്യുക. അതായത് ഇപ്പോൾ കൗക്കോല് ചെയ്യുകയാണെങ്കിൽ 1:4 കൗക്കോലുകളാണ് ചെയ്യുക. അപ്പോൾ അത് വെക്കുമ്പം നീളം വീതി, അതായത് നമ്മളെ റൂമിൻ്റെ നീളം വീതിക്കനുസരിച്ച്, അല്ലെങ്കിൽ കൂട് കൂടുന്നതിൻ്റെ നീളം വീതി, അല്ലെങ്കിൽ നമ്മളെ തള്ളപ്പരൻ്റെ നീളം വീതി, അല്ലെങ്കിൽ വടക്കിനി പടിഞ്ഞാറ്റിനൊക്കെ നീളം വീതി വ്യത്യാസപ്പെടുമ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ഈ കൗക്കോല് വെക്കുന്നത് ആയം കൂട്ടേണ്ടി വരും. അതായത് അകലം കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ അകലം വീതി കൂടുതലുള്ളതാണെങ്കിൽ അകലം കൂട്ടേണ്ടി വരും. അപ്പോൾ ആ വെയിറ്റ് താങ്ങുക, ഓടിൻ്റെ വെയിറ്റ് താങ്ങുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ കൂടുകളുള്ളതാണെങ്കിൽ, അതായത് ഒരു മോന്തായത്തിൽ നിന്ന് ഇങ്ങനെ പിരിഞ്ഞു വരുന്ന കൂടുകളുള്ളതാണെങ്കിൽ, അപ്പോൾ അതിനനുസരിച്ച് അവിടെ കൗക്കോലുകൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനനുസരിച്ച് വള പിന്നീട് അടിയിലിടുമ്പം അതൊക്കെ കൃത്യമാക്കേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചുറ്റളവിൻ്റെ കണക്ക് നോക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നൊരു ചുറ്റളവ് എന്ന് വെച്ചാൽ, നമ്മൾ പറമ്പിൻ്റെ മൊത്തം നീളം വീതി, അതിലെത്ര നമുക്ക് സ്ഥാനത്തിനനുസരിച്ച് എത്ര വരാൻ പറ്റും. ഇപ്പം ഇന്ന ഭാഗത്ത് നമ്മൾ ഇത്ര മീറ്റർ വിടുന്ന സമയത്ത് അത് ഈ വീതി എത്ര വരാൻ പറ്റും, അങ്ങനെ ചുറ്റളവ് നോക്കുക എന്നല്ലാതെ വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന പോലത്തെ ആ കണക്ക്, വാസ്തുവിദ്യ ആണ് ശരിക്കും അത് പറയാനുള്ളത്. അതായത് ആ ചുറ്റളവ് വാസ്തുവിദ്യക്ക് ഉപകരിക്കുന്നതാണ്. അതായത് കൃത്യമായ ചുറ്റളവിലായിരിക്കും, അതിനനുസരിച്ച് തള്ളപ്പരൻ്റെ കൂട്ട് വരിക എന്നുള്ളൊരു കണക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കാറില്ല. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ അത് ആരെയും കൂടെ അങ്ങനെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കെട്ടാൻ വന്ന ആൾ, കെട്ടിന് വന്ന ആൾ ഇതിൻ്റെ ചുറ്റളവിന് പ്രശ്നമുണ്ട്, അത് ആരെടുത്ത് നിങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചുറ്റളവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അയാളിനോട് പറഞ്ഞാൽ അയാൾക്കതിൽ വിശ്വാസമില്ല, പക്ഷേ കെട്ടുകാരെങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നതാണെന്ന്. അപ്പോൾ ഇത് നമുക്ക് കെട്ടുകാരനല്ലല്ലോ, നമുക്കല്ല വീട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വിശ്വാസമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളെ പറ്റി സമീപിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചുറ്റളവിൽ സ്ഥാനത്തിന് വേണ്ടിയിട്ട് മാത്രം, അതായത് നീളം വീതിയും, നമ്മൾ എത്ര സ്ഥാനം എങ്ങനെ ഏത് ഭാഗത്ത് എത്ര കൂടുതൽ, ഇപ്പോൾ വീടിൻ്റെ അതിരുന്ന് ഇത്ര ദൂരം വിടുന്നു, അതിനനുസരിച്ച് ചുറ്റളവ് ക്രമീകരിക്കുക എന്നല്ലാതെ ഈ ചുറ്റളവ് ഒറ്റക്കണക്ക്, 2 കണക്ക്, 3 കണക്ക്, ആ ഒരു ചുറ്റളവ്, അല്ലെങ്കിൽ മരണച്ചുറ്റ് വരുന്ന കണക്ക്, അല്ലെങ്കിൽ മരണച്ചുറ്റ്, അങ്ങനെയൊക്കെ വരുന്ന ഒരു കണക്കുകളുണ്ട്, ഇവർ പറയാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കാറില്ല. അങ്ങനത്തെ ഒരു കണക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമികമായിട്ട് ചുറ്റളവുകൾ പരിഗണിക്കേണ്ട ഒരു കാര്യമില്ല. ചുറ്റളവ് നമ്മൾ ഇതിലായിട്ട് യാതൊരു ബന്ധമില്ല. ചുറ്റളവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു വാസ്തുവിദ്യ പ്രകാരമുള്ളൊരു കണക്കാണ്. അത് ഈ നമ്മളിപ്പം വാർപ്പിൻ്റെ വീടുകൾ എടുക്കുമ്പം അത് പ്രശ്നമല്ല. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇനി ഓടിടുന്ന വീടാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നത് ഇരുമ്പിലൊക്കെയാണ്. അപ്പോൾ അത് കൃത്യമായ അകലത്തിൽ വെൽഡിങ് ആയതുകൊണ്ട് കൃത്യമായ അകലത്തിലൊക്കെ വെക്കാൻ പറ്റും. പലതരം കമ്പികളാണ് നമ്മൾ ഉപയോഗിക്കുക.
മുമ്പ് അങ്ങനെയല്ല, ഒരേ തരം മരത്തിൻ്റെ ഒരേ അളവുകളാണ് ഉണ്ടാവുക. അത് കൃത്യമായ നിരശ്ചീനമായിട്ട് വെക്കാനുള്ള, അതായത് അത് ഒറിജിനലും വെർട്ടിക്കലൊക്കെ ആയിട്ട് വെക്കുമ്പം അതിൻ്റെ അളവുകൾ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി ഇപ്പം നമ്മൾ വാർപ്പിട്ട വീടുകളാണ് എടുക്കുക. അപ്പോൾ അതിലിപ്പോൾ മട്ടം പോലും പ്രാധാന്യം ഇല്ല. മുമ്പ് മട്ടൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും സൂയിക വെച്ച് അതിൽ കൗക്കോല് കുടുങ്ങൂല. ഇന്നിപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മട്ടം തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ത്രികോണ വീടുകൾ ചെയ്യാറുണ്ട്, റൗണ്ട് വീടുകൾ ചെയ്യാറുണ്ട്. മുമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പം അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലം വളച്ച് ചെയ്താലൊക്കെ നമുക്ക് വാർക്കാനൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചുറ്റളവ് പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഞാൻ ഇതിന്ന് പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അറിവുകളിൽ വ്യക്തതയും ശിർക്കുകൾ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പം നമുക്ക് ഇസ്ലാമിക അതീതമായിട്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ വേറൊരു വിശ്വാസത്തിലേക്ക് പോവാതെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കരുത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.